എന്റെ പൊന്നെ ഒന്നും പറയല്ല, അന്യായ പെർഫോമൻസ്. ഇങ്ങനെ ഒരു കൈകൊട്ടിക്കളി ഞാൻ കണ്ടില്ലേ? എന്തൊരു നോക്കിയ കണ്ടോണ്ട് നിന്നവരെല്ലാം എഴുന്നേറ്റ് വല്ലാത്തൊരു ഇതിലായി കേട്ടാ. ആ തെയ്യവും കൂടി വന്നപ്പം ലെവല് മാറി. അപ്പുറത്തൊരു അമ്മയൊക്കെ ബോധം കെട്ട് വീണ് ഡാൻസ് കളിച്ച്. എന്തൊന്നും ഇത് കണ്ടോണ്ട് നിന്നവരെല്ലാവരും കൂടെ അവിടെ എഴുന്നേറ്റ് നിന്ന് ഗംഭീരം എന്നേ പറയാവുള്ളൂ. നമ്മുടെ നാട്ടിൻ പുറത്ത് അറിയാതെ കിടക്കുന്ന ഒരു കൊച്ചു ടീമാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അടിപൊളി. പഠിക്കുന്നത് 7 അടിപൊളിയായിരുന്നു. ആദ്യം ഒരു തിരുവാതിര കളിയായിട്ടാണ് നമ്മൾ തുടങ്ങിയത്. പിന്നെ നമുക്ക് തോന്നി പിറ്റേ വർഷം നമുക്ക് അത് 2 ആക്കണം 3 ആക്കണം എന്നിങ്ങനെ ഇപ്പൊ 4 വർഷം കഴിഞ്ഞു. അപ്പം ഇപ്പോഴും മെച്ചപ്പെട്ടുകൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് നമ്മൾ ഉറപ്പുണ്ട്. അപ്പൊ ഇനി ഇതിലും മികച്ചതാക്കണമെന്നും ഒരു ആഗ്രഹമുണ്ട്. പരിപാടി കണ്ടുകൊണ്ട് തന്നെ ഒരാള് ക്യാഷ് പ്രൈസ് സമ്മാനമായിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ കലാകാരിയൊക്കെ നമ്മുടെ സ്വന്തം നാട്ടുകാരെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നത് കാണുമ്പം. നമസ്കാരം. നമ്മളിന്നൊരു കിടുക്കാച്ച് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മളൊരു തിരുവാതിര കളി ടീമാണ്. ശിവഗംഗ രുദ്രനാട്യം തലക്കുളത്തല്ലേ? നമ്മുടെ കൊല്ലത്താണ്. കൊല്ലം പരവൂര് പുത്തൻകുളത്തിനടുത്തായിട്ടാണ് തലക്കുളം. അപ്പോൾ അവിടുത്തെ ഒരു കിടുക്കാച്ച് കൈകൊട്ടിക്കളി ടീമാണ്. ഇപ്പം പരിപാടി കഴിഞ്ഞു, കണ്ട് ഇഷ്ടപ്പെട്ടു, അടിപൊളിയായിരുന്നു. ഇനി ഒന്നും പറയുന്നില്ല, നമുക്ക് ഇവരുടെ പെർഫോമൻസ് ആദ്യം തൊട്ടൊന്ന് കാണാം. കോപ്പി റൈറ്റ് ഉള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മ്യൂസിക് നമ്മൾ കട്ട് ചെയ്തൊക്കെ ആയിരിക്കും ഇടുന്നത്. എന്ന് വെച്ചാൽ യൂട്യൂബിൽ കോപ്പി റൈറ്റിൻ്റെ വിഷയമൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അതുകൊണ്ട് മ്യൂസിക് ഇടയ്ക്കിടയ്ക്കൊക്കെ കട്ട് ചെയ്തായിരിക്കും ഇടുന്നത്. എല്ലാവരും സദയം ക്ഷമിക്കണം. സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണുന്ന കിടുക്കാച്ച് വീഡിയോ ആയിരിക്കും.
ഇതില് കുറേ പാട്ട് ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല, എന്ന് വെച്ചാൽ കോപ്പിറൈറ്റിന്റെ ഇഷ്യൂ ഉള്ളത് കൊണ്ടേ. ഇപ്പം ഈ പാട്ടൊക്കെ കേട്ട് ഡാൻസൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് ഒരാൾ ക്യാഷ് പ്രൈസ് കൊണ്ടുവന്ന് ഇങ്ങനെ ഉടുപ്പിൽ കുത്തി കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഒരു നല്ലൊരു സപ്പോർട്ടാണ് കേട്ടോ, ഇങ്ങനെ കലാകാർക്കൊക്കെ ഡാൻസ് കളിക്കുമ്പോഴും. ഇപ്പം പാട്ട് പാടുന്ന കുട്ടികളാണെങ്കിലും അങ്ങനെയൊക്കെ ഇങ്ങനെ നാട്ടുകാർ നല്ലോണം സപ്പോർട്ട് ചെയ്യുന്ന വളരെ നല്ലൊരു കാര്യമാണ്. പിന്നെ എടുത്തു പറയേണ്ട, ഇവർ ഒരുപാട് സമയമുണ്ട് കേട്ടോ. ഈ 1 മണിക്കൂറൊന്നുമില്ല, ഒരു 2 മണിക്കൂർ അടുപ്പിച്ചുണ്ടായിരുന്നു ഈ ഒരു പ്രോഗ്രാം. ഇതിൽ മെയിനായിട്ട് ഞാൻ 2 ഇനി ഇത് കാണിക്കുന്നുള്ളൂ. എന്ന് വെച്ചാൽ ഒരുപാടായി പോവും, ഒരുപാട് ഡാൻസ് ഉണ്ടായിരുന്നു. പിന്നെ കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 2 പെർഫോമൻസ് കൂടി ഞാൻ കാണിക്കാം. അത് നിങ്ങൾ ഏതായാലും ഞെട്ടും, കിടുക്കാച്ചി സംഭവമായിരിക്കും. ഇനി അങ്ങോട്ട് കാണുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഈ ഒരു പെർഫോമൻസിൻ്റെ പീക്ക് ലെവലിലോട്ട് പോകാൻ പോവുകയാണ്. അപ്പോൾ അതിലൊരു കാര്യമുണ്ട്, നിങ്ങൾ സ്കിപ്പ് ചെയ്താൽ നിങ്ങൾക്ക് അതൊരു തീരാ നഷ്ടമായിരിക്കും. ഈ ഒരു സമയം വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് നമ്മൾ ഇതിൽ കൂടി കാണുന്ന പോലെയല്ല, അവിടെ അടുത്ത് നിന്ന് ഇത് എക്സ്പീരിയൻസ് ചെയ്യുമ്പം ഒരു വല്ലാത്തൊരു ഫീലായിരുന്നു. പിന്നെ ഞാനൊരു കാര്യം പറയാം, ഈ ഒരു പാട്ടിന് കോപ്പിറൈറ്റ് ഉള്ളതാണ്. അപ്പോൾ നമ്മൾ അതനുസരിച്ചിട്ട് കട്ട് ചെയ്തായിരിക്കും ഈ ഒരു സോങ് പ്ലേസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഫുള്ള് നിങ്ങൾക്ക് ചിലപ്പം കിട്ടത്തില്ല, ഇടയ്ക്കൊക്കെ കട്ടായി പോവും. ഈ മ്യൂസിക്കിൻ്റെ കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ്. എല്ലാവരും സദയം ക്ഷമിക്കണം. കഴിവതും കുറച്ച് മാത്രം കട്ട് ചെയ്ത് നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കാൻ ഞാൻ ശ്രമിക്കുന്നതാണ്. പെർഫോമൻസ് ഒരു രക്ഷയില്ല, അടിപൊളിയായിരുന്നു. നമ്മൾ ആ ഒരു അടുത്ത് നിന്ന് ഈ ഒരു പെർഫോമൻസ് കാണുമ്പോൾ ഉണ്ടാകുന്നൊരു ഫീൽ ഉണ്ടല്ലേ, പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല. അതിഗംഭീരമായിരുന്നു. പിള്ളേര് എല്ലാവരും അടിപൊളി. പൊന്നി, അവസാനത്തെ 15 മിനിറ്റ് എന്തുവായിരുന്നില്ലേ, അസാധ്യ പെർഫോമൻസ് കേട്ടോ. ആ കസേര ഇരുന്ന് കണ്ടവരൊക്കെ അവസാനം എഴുന്നേറ്റ് നിന്ന് കാണുമായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മുടെ ഇവിടുത്തെ പിള്ളേര് പൊളിച്ചതായിരുന്നു. അപ്പൊ നമുക്ക് ഇവരെ എല്ലാം പരിചയപ്പെടാം. ഒരുപാട് പേരുണ്ട്. ഇപ്പം ഓരോരുത്തരായിട്ട് നമുക്ക് പരിചയപ്പെടാം. അതിനു മുമ്പ് ഇതിന്റെ ക്യാപ്റ്റൻ ആരായിരുന്നു?
നീതു. അപ്പം നീതു ടീമിനെ പറ്റി ബാക്കി കാര്യങ്ങളെല്ലാം പറയും. തിരുവാതിര കൈവിട്ട് കളിയായിട്ടാണ് നമ്മൾ തുടങ്ങിയത്. അതായത് ഒരു കളി മാത്രമായിട്ടാണ് ആദ്യം തുടങ്ങിയത്. പിന്നെ നമുക്ക് തോന്നി പിറ്റേ വർഷം നമുക്ക് അത് 2 ആക്കണം 3 ആക്കണം എന്നിങ്ങനെ ഇപ്പം 4 വർഷം കഴിഞ്ഞു. അപ്പം ഇപ്പോഴും മെച്ചപ്പെട്ടുകൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് നമ്മളെ ഒരു ഉറപ്പുണ്ട്. അപ്പം ഇനി ഇതിലും മികച്ചതാക്കണമെന്നും ഒരാഗ്രഹമുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. വന്ദന. ഇത് എത്ര വർഷമായി? 4 വർഷമായി. 4 വർഷം. എല്ലാവരും ഈ ടീം തുടങ്ങിയിട്ട് എത്ര വർഷമായി? 4 വർഷമായി. 4 വർഷം. പേര്? ശില്പ, ജിഷ, ഷീബ, നീതു. പ്രജിത്ത്. എത്ര പഠിക്കുന്നു? 7. 7. അടിപൊളിയായിരുന്നു കേട്ടോ. മോന്റെ? അഭിജിത്ത് ശിവു. വർക്ക് ചെയ്യുന്നു? ഇല്ല ഹൗസ് വൈഫ്. എല്ലാവരും ജോലി ചെയ്യുന്നുണ്ടോ? അതാ പഠിക്കുന്നില്ല. ഓക്കെ. അപ്പൊ ഇടയ്ക്ക് കിട്ടുന്ന ഗ്യാപ്പിലാണ് ഇത് ചെയ്യുന്നല്ലേ പ്രാക്ടീസ്? സരിത. മാളവിക. പഠിക്കുകയാണ്? 10. ആരതി. പഠിക്കുകയാണ്. അക്ഷയ. 4 വർഷം തന്നെ എല്ലാവരും. ഇപ്പോഴും ഇച്ചിരി ഒരുപാട് പരിപാടി കിട്ടുന്നുണ്ടല്ലേ? അപ്പം മിക്കവാറും അടിപൊളിയാണ്. അപ്പം നമ്മുടെ പുറത്തോട്ടും അങ്ങോട്ടും ഒക്കെ ദൂരെയൊക്കെ നല്ല പരിപാടികൾ കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു കിടക്കാച്ച് വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഇറ്റ്സ് മീ സുകേഷ് സുകുമാരൻ. സൈൻ.